എന്തൊരു ചൂടാണല്ലേ. അതിൻ്റെ ഇടക്ക് കറണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ഗ്രിഡ് സോളാർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ലൊരു ബാക്കപ്പ് സിസ്റ്റം ഇല്ലെങ്കിൽ നമ്മളുടെ ഒരു കാര്യവും വർക്കാവില്ല. നമുക്കൊരു ലിഥിയം ഇൻബിൽറ്റ് ആയിട്ടൊരു ഇൻവെർട്ടറും നമുക്ക് പകലൊക്കെ സോളാർ പാനലിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് കറണ്ട് പോയാലും ലൈവായിട്ട് വർക്ക് ചെയ്യണ ഒരു ഇൻവെർട്ടർ കണ്ടാലാ. ഇതാണ് ഞാൻ പറഞ്ഞ സോളാർ ഇൻവെർട്ടർ. അതായത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ ലൈഫ് PO4 ബാറ്ററി ഇൻബിൽറ്റ് ആയിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേറെ ഇതായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വെക്കേണ്ട ആവശ്യമില്ല, വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നും വന്നൊന്നുമില്ല. ഇതാണ്ടാ ഇപ്പോൾ ഇതിൻ്റെ നോക്കുകയാണെങ്കിൽ ഇതിന് ഡിസ്പ്ലേ ഉണ്ട്. അതായത് ഇതിൻ്റെ ഉള്ളിൽ ബാറ്ററിയുടെ വോൾട്ടേജും സംഭവങ്ങളും കാര്യങ്ങളെല്ലാനും നമുക്ക് എല്ലാം ഡീറ്റെയിൽസിനകത്ത് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇത് സോളാർ ഓപ്ഷൻ ഉണ്ട്. ഈ സോളാർ ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സോളാർ ഇത് മാത്രമേ ചാർജ് കയറുള്ളൂ. KSEB ആയിട്ട് യാതൊരു ബന്ധമില്ല. അതുപോലെ ഇത് ഓഫ് പൊസിഷനിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ സാധാരണ ഇൻവെർട്ടറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. മഴക്കോലൊക്കെ ആണെങ്കിൽ സോളാറിൽ നിന്ന് ഒട്ടും കിട്ടണമെങ്കിൽ KSEB വഴിയും ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതൊക്കെ ഞാനിവിടെ ഒരു MPPT കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് സോളാറിൽ നിന്നാണ് ചാർജ് കയറുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാനിത് ഊരി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 2 വയർ മുകളിൽ നിന്ന് സോളാർ പാനലിൽ വന്നേക്കണം. ബ്രേക്കർ വഴി ഇവിടെ നമ്മൾ കണക്ട് ചെയ്തേക്കണം. അതുപോലെ ഈ ഒരു 2 വയർ നമ്മളുടെ ഈ ഇൻവെർട്ടറിൻ്റെ ബാക്കിലേക്കാണ് കണക്ട് ചെയ്തേക്കണത്. കണ്ടോ, ഈ ബാക്കിലെ ഈ ഒരു പൊസിഷനിൽ അതിൻ്റെ ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഇൻവെർട്ടറിന് ഇതിൻ്റെ ബാക്കിലൊരു ബ്രേക്കർ ഉണ്ട്. അതുപോലെ നമ്മൾ KSEB കണക്ട് ചെയ്യാനായിട്ടുള്ള ഫേസ് ഇൻ, ന്യൂട്രലി, ഫേസ് ഔട്ട്, എർത്ത് സംഭവങ്ങളൊക്കെ ഇവിടെ നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ നോക്കുകയാണെങ്കിലും ഇവിടെ ഒരു സോക്കറ്റ് ഉണ്ട്. ഈ ഒരു സോക്കറ്റ് വഴി നമുക്ക് ഇതിനകത്ത് ഔട്ട്പുട്ട് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു സോളാർ പീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്കാനർ വഴി സ്കാൻ ചെയ്തിട്ട് നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു ഇൻവെർട്ടറിൻ്റെ ഉള്ളിലെ സകല ഡീറ്റെയിൽസും നമുക്ക് നമ്മുടെ ഫോണിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് 3 വർഷമാണ് നമുക്കിപ്പോൾ ഇതിന് വാറൻറ്റി ഉള്ളത്. ഇതിൻ്റെ വാറൻറ്റി കാർഡാണ്. നിങ്ങൾക്ക് ഈ ഇൻവെർട്ടർ ആവശ്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി.